ഹായ്. ഇപ്പോൾ നമ്മളുടെ എക്സ് ആൻഡ് വൈ ഫൗണ്ടേഷൻ ബാച്ചസിൻ്റെ ക്ലാസ്സസ് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് 9th ക്ലാസ് ഈ ഏപ്രിൽ 6th സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ അടങ്ങുന്ന ഒരു വെൽക്കം കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കൊല്ലവും കൊടുക്കുന്നതാണ്. സോ ഈ കൊല്ലം ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ബോക്സ് ആണ് നിങ്ങൾക്ക് വെൽക്കം കിറ്റായിട്ട് ഇവിടെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നമ്മളുടെ സീനിയർ ഫാക്കൽറ്റീസിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ബോക്സ് നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ളൊരു ബോക്സ് ആണ്. കുറേ സാധനങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ബോക്സ് തന്നെ ഭയങ്കര കളർഫുൾ ആണ്. അതേപോലെ തന്നെ നമ്മളുടെ കുറച്ച് അച്ചീവേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അസാൻ ജലീൽ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സ്റ്റുഡൻറ്റിൻ്റെ ഫോട്ടോ കാണും. അതേപോലെ RMO ഫസ്റ്റ് റാങ്ക് അടിച്ചിട്ടുള്ള കേരള ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള പൂജാ മോഹൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് പൊളിച്ചു നോക്കാം അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബോക്സിലൊരു വെൽക്കം നോട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. വെൽക്കം ടു ദി എക്സ് ആൻഡ് വൈ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ബോക്സ് ഈസ് മോർ ദാൻ ജസ്റ്റ് എ ഗിഫ്റ്റ്, ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ദ ഇൻക്രെഡിബിൾ ഫ്യൂച്ചർ യു ആർ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി രസകരമായിട്ട് എഴുതിയിട്ടുള്ളൊരു വെൽക്കം നോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു പൗച്ച് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സുകളിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പൗച്ച് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പെൻസിലും പെന്നൊക്കെ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന് എഴുതിയിട്ടുള്ളൊരു പൗച്ച് നിങ്ങൾക്ക് കാണാം. യെസ്, അഗെയിൻ അനദർ പൗച്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ ടിഫിൻ ബോക്സ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പൗച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇതാണ് ആ പൗച്ച് വരുന്നത്. നിങ്ങളുടെ ടിഫിൻ ബോക്സ് ഒക്കെ ഇട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൗച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ചാർട്ട്സ് വരുന്നുണ്ട്. യെസ്, നിങ്ങളുടെ സ്റ്റഡീസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കുറച്ച് ചാർട്ടുകളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയുണ്ട്, കുറേ ചാർട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഫസ്റ്റ് എന്നതാ മാത്സിൻ്റെ ഇക്വേഷൻസും അതേപോലത്തെ ജോമെട്രിക്കൽ അതൊക്കെയുള്ള അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നല്ല രസകരമായിട്ടാണ് നമ്മളുടെ ഈ ചാർട്ട് നമ്മളുടെ ടീം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. സോ നിങ്ങൾ ബോക്സ് കിട്ടിയിട്ടുള്ള ഓരോരുത്തരും ഇത് എടുത്തൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്, എന്തൊക്കെ ഇക്വേഷൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കുക. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഒരു ചാർട്ട് കാണാൻ വേണ്ടി പറ്റും. കെമിസ്ട്രിയിലെ കുറേ ഇക്വേഷൻസും അതേപോലെ തന്നെ പീരിയോഡിക് ടേബിളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ യെസ്, അടുത്തതായിട്ട് നമുക്ക് ഇതാ പീരിയോഡിക് ടേബിൾ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കുറച്ച് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ അടിപൊളിയായിട്ട് പീരിയോഡിക് ടേബിൾ നിങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അഗെയിൻ ഫിസിക്സിലും നമുക്ക് എന്തുണ്ട്, ഇക്വേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചാർട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ബയോളജിയിലും നിങ്ങൾക്ക് ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. യെസ്, അടുത്തതായിട്ട് ഈ കൊല്ലത്ത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ എക്സ് ആൻഡ് വൈ സ്റ്റുഡൻറ്റ് ജേണലാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസ് ജേണൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇവിടെ നിങ്ങളിതാ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നിങ്ങളുടെ മൈ മെൻറ്റർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്താണ് അത് നിങ്ങളിവിടെ എഴുതേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ മൈ ഗോൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റ് എക്സാം ഏതാണെന്നുള്ള കാര്യം നിങ്ങളിവിടെ എഴുതി വെക്കണം. മൈ ഡ്രീം കോളേജ്, നിങ്ങൾ പോകാൻ ഇഷ്ടപ്പെടുന്ന കോളേജ് ഏതാണ്, ആ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെക്കണം. ആൻഡ് ഫോട്ടോ ഓഫ് മൈ കോളേജ്, അതിനുള്ളൊരു കോളവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജേണൽ തുറക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരിക നിങ്ങളുടെ ആ ഒരു ആഗ്രഹമായിരിക്കും, നിങ്ങളുടെ എയിം ആയിരിക്കും. അത് നിങ്ങൾക്ക് ഡെയിലി കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അത് നിങ്ങളെ ആ ഒരു എയിമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. അഗെയിൻ ഇതിൽ നിങ്ങൾക്കൊരു മന്ത്ലി പ്ലാനർ ഉണ്ട്. നിങ്ങൾ ഓരോ മന്തിലും എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനർ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ക്ലാസ്സസ്, ഇവിടുത്തെ ഫൗണ്ടേഷൻ ക്ലാസ്സസിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, ലൈവ് ഉണ്ടാവും. അതേപോലെ വർക്ക് ബുക്ക്, യൂണിറ്റ് ടെസ്റ്റ്, റിവിഷൻ, ഇതിനൊക്കെയുള്ള കറക്റ്റ് ഒരു ട്രാക്കർ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. നിങ്ങളുടെ ഓരോ ചാപ്റ്ററും കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ഇട്ട് പോകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് ഓരോ സബ്ജക്റ്റിനും ഉണ്ട്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എല്ലാത്തിനും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അഗൈൻ ഇവിടെ കുറച്ച് ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിസിക്സിനും മാത്സിനും ഒക്കെ നിങ്ങളുടെ യൂണിറ്റ് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടി, മാർക്ക് പെർസെൻറ്റേജും ഓരോ യൂണിറ്റ് ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് രൂപത്തിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മാർക്ക് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുകയാണോ, അതിനനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഞാൻ വരുത്തേണ്ടതുണ്ട്, എങ്ങനെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്
ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ജേണലാണ് ഇവിടെ X&Y നമ്മളുടെ ടീം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. യെസ്, ഇനി എന്താ ഉള്ളത് നമുക്ക് നോക്കാം. സാധനങ്ങൾ ഒരുപാടുണ്ട്, കഴിയുന്നില്ല. ഇവിടെ നിങ്ങൾക്കൊരു മൊബൈൽ ഫോണിൻ്റെ ഹോൾഡർ നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു ബോക്സിലൂടെ നൽകുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ X&Yയുടെ ക്ലാസ്സസ് കാണുമ്പോഴൊക്കെ നിങ്ങളുടെ മൊബൈൽ ഹോൾഡർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. യെസ്, ഇനി അതേപോലെ ഒരു സ്റ്റിക്കറിൻ്റെ ഷീറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ടേബിളിലോ അല്ലെങ്കിൽ ബുക്സിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്റ്റിക്കറിൻ്റെ ഒരു സ്റ്റിക്കറാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ ബുക്ക് നോക്കാൻ പോകുന്നത്. യെസ്, ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഗ്രേഡ് 9 അഡീഷണൽ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ബാക്കി ഫിസിക്സിൻ്റെ ബുക്കും കെമിസ്ട്രി, അതേപോലെ തന്നെ കെമിസ്ട്രീൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം 2 പാർട്ടായിട്ട് കെമിസ്ട്രി ബുക്സ് ഉണ്ട്. അതേപോലെ തന്നെ ബയോളജിയും മാത്സും ഇതിലുണ്ടായിരിക്കും. സോ ഇവിടെ നമ്മൾ അഡീഷണൽ ബുക്ക്ലെറ്റിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സിലബസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളുടെ കോഴ്സിന് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത ഒരു കോഴ്സാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഈ അഡീഷണൽ ബുക്ക്ലെറ്റിലൂടെ നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമ്മളുടെ ഒരു സ്കൂൾ എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമുള്ള ചാപ്റ്റേഴ്സ് അല്ല നമുക്ക് ഉണ്ടായിരിക്കാം. നമുക്ക് ഓരോന്നിലും കുറേയേറെ ചാപ്റ്റേഴ്സ് വരുന്നതായിരിക്കും. ഇപ്പോൾ മാത്സിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ്, ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ ഓഫ് 23 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 9th പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. സ്കൂളിലെ ചാപ്റ്റേഴ്സിനേക്കാളും കുറേ കൂടുതലാണ്. ഇവിടെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതിനേക്കാളും എക്സ്ട്രാ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സെറ്റ് തിയറി എന്നുള്ള ചാപ്റ്റർ ഒന്നും നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് മെട്രിസസ് പഠിക്കുന്നുണ്ട്, ലോഗരിതം ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രോബബിലിറ്റി ഒക്കെ നിങ്ങൾ 10th പഠിക്കുന്നുണ്ടാവുക. അതൊക്കെ നിങ്ങൾ 9th നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും. സോ ഓരോന്നിലെയും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലെയും സ്കൂളിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ഭാവിയിൽ ഡിഫറെൻറ്റ് കോമ്പറ്റീവ് എക്സാംസിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നുണ്ടാവും. അതേപോലെ മാത്സിന് നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു വർക്ക് ബുക്ക് വരുന്നുണ്ട്. ഈ വർക്ക് ബുക്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മാത്സിൽ നമുക്കറിയാം മാത്സ് മാക്സിമം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞുകൊണ്ട് 3 സെക്ഷനായിട്ട് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. ലെവൽ 1 എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോർമൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കുറച്ചുകൂടി ഈസി ആയിരിക്കും. ലെവൽ 2 എന്ന് പറയുമ്പോൾ കുറച്ചൊരു കോമ്പറ്റീവ് എക്സാം ലെവലിലേക്ക് വരും. അതായത് നമ്മുടെ എൻട്രൻസ് എക്സാമിൻ്റെ ഒക്കെ ലെവലിൽ നിങ്ങൾക്ക് അവിടെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ലെവൽ 3 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. യെസ്, മാത്സിന് മാത്രമല്ല ബാക്കിയുള്ള ഫിസിക്സിനും കെമിസ്ട്രിക്കും എല്ലാം ഇങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസിലായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. യെസ്, ഈ ഫിസിക്സിലേക്ക് വരികയാണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് നല്ല ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യെസ്, അതേപോലെ നല്ല കളർഫുള്ളായിട്ട് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, വെറും തിയറി മാത്രം വായിച്ച് പഠിക്കാതെ ആ ഒരു പിക്ചേഴ്സൊക്കെ കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. യെസ്, ബയോളജി ആണെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നല്ല അടിപൊളിയായിട്ട് ഉള്ള മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ബുക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ തന്നെയാണ്. നിങ്ങളുടെ സ്കൂൾ എക്സാം മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഭാവിയിൽ കുറേ എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് കൃത്യമായിട്ട് നൽകാൻ വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽസിന് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി വെൽക്കം കിറ്റ് തന്നെയാണ് നിങ്ങൾക്കായിട്ട് ക്ലാസ് 9 സ്റ്റുഡൻസിനായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഓൾറെഡി കുറേ സ്റ്റുഡൻസിന് ഈ വെൽക്കം കിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യുക, ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഈ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അറിയിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഇവിടെ നടക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് നല്ല അടിപൊളി വെൽക്കം കിറ്റ് കിട്ടിയിട്ടുണ്ടെന്നും നിങ്ങൾ ഭാവിയിൽ കൂടുതൽ എക്സാംസ് എഴുതാനും അതേപോലെ തന്നെ നല്ല അടിപൊളി പ്ലാനോടെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ നിങ്ങൾ അറിയിച്ചു കൊടുക്കുക. അപ്പോൾ April 6 നമ്മുടെ ക്ലാസ്സസ് തുടങ്ങുകയാണ്. നിങ്ങൾ ഈ മെറ്റീരിയൽസും ഈ തന്നിരിക്കുന്ന എല്ലാ ചാർട്ടും എല്ലാം യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ നമ്മളുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ. അതേപോലെ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള കാര്യം അറിയിക്കുക. നിങ്ങൾക്കും ഇതേപോലത്തെ അടിപൊളി ഒരു വെൽക്കം കിറ്റ് കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മളുടെ ഈ ഒരു 9ാമത്തെ കൊല്ലം അല്ലെങ്കിൽ 9th ക്ലാസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഓൾ ദ ബെസ്റ്റ്.